ഇരിഞ്ഞാലക്കുടക്കാരുടെ ഒരു ചോദ്യത്താ, നിങ്ങൾ ഇരിഞ്ഞാലക്കുടയുള്ള സുബ്രഹ്മണ്യ കോവിൽ കണ്ടിട്ടുണ്ടോ? മിക്കവാറും ആൾക്കാരുടെ ഉത്തരം ഇല്ല എന്ന് തന്നെയായിരിക്കും. ഈ ഞാനടക്കം ഇത്ര 10-40 വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ വെക്കേഷന് പോയപ്പോഴാണ് ഈ അമ്പലത്തിൻ്റെ ഉള്ളൊന്ന് കയറുന്നത്. ഇരിഞ്ഞാലക്കുട ആ ടൗണിൽ കയറുന്നിട്ട് പോലും ഇത്രയും നിശബ്ദമായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ശാന്തത ഉള്ള ഒരു നല്ലൊരു അന്തരീക്ഷം ആയിരുന്നു അവിടെ പോയപ്പോൾ. നമ്മൾ കൂടൽമാണിക്യം അമ്പലത്തിലൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ അമ്പലത്തിൽ കയറാനുള്ള ഒരു ഭാഗ്യം ഈ അടുത്താണ് എനിക്ക് കിട്ടിയത്. കൂടൽമാണിക്യം അമ്പലത്തിൽ എത്തുന്നതിലും മുൻപ് ഇടത്തോട്ടുള്ള വഴിയിലാണ് ചെറുതൃക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു വിശേഷപ്പെട്ട ശരവണ പൊയ്കയുണ്ട് കേട്ടോ. അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുണ്ടെങ്കിൽ, ദേവപ്രശ്നം വെച്ചപ്പോൾ ഈ കാലപ്പഴക്കം നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു ക്ഷേത്രക്കുളം ഇവിടെ മറിഞ്ഞു കിടപ്പുണ്ടെന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ആ പഴയ സ്ഥാനത്തുള്ള ക്ഷേത്രക്കുളത്തിൻ്റെ സ്ഥാനത്ത് അവിടുത്തെ അടിക്കല്ലുകളിൽ നിന്നും കെട്ടി ഉയർത്തിയതാണ് ഈ ശരവണ പൊയ്ക. അതാണ് അതിൻ്റെ പ്രത്യേകത. ശ്രീമുരുകന് വേലും ഷഷ്ഠിദേവിക്ക് പട്ടും സമർപ്പിക്കുന്നത് ഇവിടെ പ്രാധാന്യമുള്ളതാണ്. സന്താന സൗഭാഗ്യത്തിനുള്ള പ്രാപ്തി വരുന്നത് സർവദോഷ നിവാരണ ശേഷമായതുകൊണ്ട് ഈ വഴിപാട് ഏറെ പ്രയോജനകരമാണ്. ഷഠാഭിഷേകവും തൃച്ചന്ദന ചാർത്തുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. സന്താനഭാഗ്യത്തിന് ഏറെ വിശേഷപ്പെട്ടതാണ് ഷഷ്ഠിവ്രതം. മഹാരോഗങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്കും ഷഷ്ഠിവ്രതമെടുത്താൽ രോഗശമനം ഉണ്ടാകും. വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠിയാണ് ഉത്തമം. ഉദ്ദിഷ്ടകാര്യസിദ്ധി, സർപ്പദോഷ ശാന്തി, ത്വക്ക് രോഗശാന്തി എന്നിവയ്ക്കും ഈ വ്രതം ഉത്തമമാണ്. മറ്റുള്ള അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടുമ്പൻ കോവിൽ എന്നൊരു പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ഇനിയും പോകാത്തവരുണ്ടെങ്കിൽ അവിടെ പോയി സ്വാമിയെ തൊഴുത് അനുഗ്രഹം വാങ്ങിക്കാം. ശക്തിധരായ നമഃ. ഓം കുമാരായ നമഃ. ഓം ക്രൗഞ്ചധാരണ